ഈ CPM-നോട് സഹയാത്രികരായ പലരുടെയും പേരുകൾ അതിൽ കണ്ടതുകൊണ്ടായിരിക്കാം അവരത് പൂഴ്ത്തിവെക്കാനുണ്ടായ കാര്യം. ആരെന്ത് ചെയ്താലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഭാവനയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്ത് അവരോട് കൂടെ എല്ലാ സ്ഥലത്തും പോയി. ആദ്യത്തെ സ്റ്റേജുകളിൽ PT തോമസ് എന്ന് പറഞ്ഞൊരു ഇരുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ എത്ര സ്ത്രീകൾക്ക് അതുപോലത്തെ ഒരു സപ്പോർട്ട് കിട്ടും. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത്. ബാക്കി ഭാഗം ഇങ്ങനെ പുറത്തുവിടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പുറത്തു വരും, അല്ലെങ്കിൽ വരുത്തിക്കും. സ്ത്രീകളും സ്ത്രീകളെ സ്നേഹിക്കുന്ന പുരുഷന്മാരുമുള്ളൊരു നാടാണ് കേരളമെങ്കിൽ അത് തീർച്ചയായും പുറത്തു വരും. അങ്ങനെ പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരും ഫോട്ടോയും സഹിതം വന്നിട്ടും ഇപ്പോഴും അദ്ദേഹം നായകനായി നിൽക്കുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിനൊരു കേസ് എടുത്തില്ല? ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു പാർട്ട് തന്നെ പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ പല നടികളും പരസ്യമായി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നത് മാത്രമല്ല, അമ്മയുടെ സംഘടനയിൽ എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നീതി കിട്ടാത്തൊരു വിഭാഗം ആൾക്കാരായിരുന്നു സിനിമാ നടികൾ എന്ന് തന്നെ പറയണം. കാരണം അവർ പലരും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അതായത് എനിക്കിതിൽ എന്തെങ്കിലും ആവണം, നല്ലൊരു നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരിയാണ്. ഒരു നർത്തകിക്ക് കിട്ടുന്ന പോലെ അതിന് അവരുടെ മനസ്സിൽ ആഗ്രഹമായിരിക്കും, ഞാനൊരു അഭിനേത്രിയാണ്, എനിക്കതിൽ പൊങ്ങി വരണം, നല്ല ഒരു പേരെടുക്കണം, നല്ല നല്ല റോളുകളിൽ അഭിനയിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കും. ഈ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറെ മീറ്റ് ചെയ്തു. MBBS പഠിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ആണ്. 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു MBBS ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനാണ്? പക്ഷെ അപ്പോൾ പറഞ്ഞു, എൻ്റെ അതൊരു പാഷനാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ആക്ട്രസ് ആവുക എന്നുള്ളത്. അപ്പം അങ്ങനെയും ധാരാളം ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കാനായിട്ട് വരുന്നുണ്ട്. പൈസയ്ക്കോ അല്ലെങ്കിൽ ഫെയിമിനോ മാത്രമല്ല, ഒരു പാഷനായിട്ട്, ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ഓൾസോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പോലീസിൽ നിന്ന് എന്ത് നീതിയാണ് ഇവർക്ക് കിട്ടുക? ഇവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. മിക്കവാറും പുരുഷന്മാരായിട്ടുള്ള ആക്ടേഴ്സിനെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ നമുക്ക് ഉണ്ടാകുന്നില്ല. അവർക്ക് ചുറ്റും ഒരു വാൽനക്ഷത്രമായിട്ട് നടക്കാനാണ് സ്ത്രീകളെ ഉപയോഗിക്കുന്നത്. സംഘഗാനങ്ങളായിട്ടും സംഘനൃത്തമായിട്ടും അതായിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ ഒരു മെയിൽ ഓറിയൻറ്റഡ് വേൾഡിൽ ഒരു സ്ത്രീക്ക് കിട്ടുന്നത് എന്താ പറയുന്നത്, ബഹുമാനത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ പുറത്തു വരുന്ന ഓരോ ദിവസത്തെ അനുഭവങ്ങൾ അവിടെ വെറും ഇങ്ങനെ കൂട്ടിക്കൊടുപ്പും വ്യഭിചാരവും മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അത്തരം കാര്യങ്ങളിൽ ബലാത്കാരമായിട്ട് അവരെ ഉപയോഗിക്കുന്നു. ഇപ്പം ഏകദേശം എല്ലാ നടന്മാരെയും കുറിച്ച് വന്നു കഴിഞ്ഞ് മോഹൻലാലും മമ്മൂട്ടിയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഒരു കുട്ടി പറഞ്ഞത് കേട്ടിട്ട് വളരെ ഷോക്ക്ഡായിപ്പോയി. അപ്പോൾ അതിൽ ആ നടൻ ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷീ സെഡ്, ഐ എം നോട്ട് ദാറ്റ്, അങ്ങനത്തെ ഒരാളല്ല ഞാൻ പറയുമ്പോൾ അദ്ദേഹം പറയാണ്, 9 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും, ഇന്ന സ്ഥലത്തുണ്ടാവും, നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ട് അല്ലെങ്കിൽ ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയക്കുമെന്ന്. അപ്പോൾ ഈ കുട്ടി പറയാൻ, ഞാൻ ആരായി, മാമയായി, എന്നാൽ ഞാനൊരു കൂട്ടിക്കൊടുപ്പുകാരിയായി, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണം, നിങ്ങൾ വേറൊരാളെ അയക്കൂ. ഇതെന്താണ് ഇവിടെ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ? ഇതൊരു ഇൻഡസ്ട്രി തന്നെയാണ്, ഒരു വ്യവസായമാണ് സിനിമ എന്ന് പറയുമ്പോൾ. അത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു? സ്ത്രീകളെ എന്തുകൊണ്ട് ഇങ്ങനെ താറടിച്ച് കാണുന്നു? ഇപ്പം എന്തുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് വരുന്നു എന്ന് വെച്ചാൽ, ശബ്ദം വന്നു അവർക്ക്. ഈ WCC വന്നതോടുകൂടി അവർക്കും ഒരു ശബ്ദമായി. 4.5 വർഷമായിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. എനിക്ക് തോന്നുന്നു അതിൽ പല ഉന്നതരായ ആൾക്കാരുടെയും പേരുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പൂഴ്ത്തിവെച്ച്. ഈ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞില്ലേ, രഞ്ജിത്തിനെതിരെ കേസെടുക്കണം എന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ശ്രീ മുകേഷ് MLA, അദ്ദേഹത്തിനെതിരെ വലിയ വലിയ ആരോപണങ്ങളാണ് വരുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഈ CPM-നോട് സഹയാത്രികരായ പലരുടെയും പേരുകൾ അതിൽ കണ്ടതുകൊണ്ടായിരിക്കാം അവരത് പൂഴ്ത്തിവെക്കാനുണ്ടായ കാര്യം. അല്ലെങ്കിൽ ഇതുപോലൊരു വലിയ ചർച്ചയാകും എന്ന് തോന്നിയത് കൊണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു പത്രപ്രവർത്തകയും കൂടി ആയിട്ടുള്ള പത്മജ എസ്മാനാണ് ഈ സിനിമയിൽ ഈ പെൺകുട്ടികൾ കംപ്ലീറ്റ് ഈ കിടപ്പറ പങ്കിടേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇങ്ങനെ വരാൻ കാരണം എന്താ? എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു ഫോട്ടോ ജേർണലിസ്റ്റ് ആയിരുന്നു. അതായത് എൻ്റെ സ്റ്റോറിയുടെ ഫോട്ടോസ് ഞാൻ തന്നെയാണ് എടുക്കുക, ജേർണലിസ്റ്റ് എന്ന നിലയിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നുന്നൊരു സിനിമാറ്റോഗ്രാഫർ ആവണം. ആ സമയത്ത് വനിതകൾ ജേർണലിസ്റ്റുകൾ തന്നെ കുറവാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ 80s, 80കളിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് വഴി ഷാജി N. കരുൺ എന്ന് പറയുന്ന പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ
കം ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പത്മജ, നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് പറ്റിയൊരു ഫീൽഡല്ല സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞു. അതെന്താ ചേട്ടാ, എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ തന്നെയല്ലേ എടുക്കുന്നത്? അതൊരു ഡിഫറെൻറ്റ് ഇഷ്യൂ. നിങ്ങളൊരു സ്റ്റോറി ഫോളോ ചെയ്യുന്നു, അതിനൊരു ഫോട്ടോ എടുക്കുന്നു. പക്ഷേ ഫിലിം വേൾഡ് എന്ന് പറഞ്ഞൊരു ഡിഫറെൻറ്റ് വേൾഡാണ്. അദ്ദേഹം ഇത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഒരു ചീത്ത അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ അദ്ദേഹം എന്നെ ഡിസ്കറേജ് ചെയ്തു, പറ്റില്ല, ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിങ്ങളെ എടുക്കില്ല, കാരണം ദെൻ ഐ ആം റെസ്പോൺസിബിൾ. നിങ്ങൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മേലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഞാനായിരിക്കും റെസ്പോൺസിബിൾ. അതുകൊണ്ട് എനിക്ക് വേണ്ട, എനിക്കൊരു ലേഡി അസിസ്റ്റൻ്റ് വേണ്ട എന്ന് പറഞ്ഞു. കുറേ നേരമൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്ത് നോക്കി, പിന്നെ ഞാനത് വിട്ടുകളഞ്ഞു. അദ്ദേഹം വളരെ സെൻസിബിളായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹമായിട്ട് എൻ്റെ ടാലൻറ്റ് പോലും അദ്ദേഹം പരിശോധിച്ചില്ല. ഞാൻ കൊണ്ടുപോയ പിക്ചേഴ്സോ കാര്യങ്ങളൊന്നും അദ്ദേഹം നോക്കുപോലും ചെയ്തത്. എനിക്ക് വേണ്ട, ഒരു ലേഡി അസിസ്റ്റൻറ്റിനെ വേണ്ട. അതുപോലെ എത്ര പേർക്ക് പറയാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടൊരു ലേഡിക്ക് വേണ്ട, എനിക്കൊരു സിനിമാറ്റോഗ്രാഫർ ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാവാൻ പറ്റില്ല? എന്താണ് എനിക്ക് കുഴപ്പം? എനിക്ക് കഴിവില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ലേഡി ഡോക്ടറെ പോലെ ഷീസ് ടാലൻറ്റഡ് ആൻഡ് ഷീ വാണ്ട്സ് ടു കം അപ്പ് ആസ് ആൻ ആക്ടർ. ഈ രംഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെയായി തീരേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം പല ആക്ട്രസസ്മാരും ഇപ്പോൾ പറയുന്ന പോലെ അവർ വശംവദരാവാത്ത ആൾക്കാരും ഉണ്ട്. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ചാൻസും ഇല്ലല്ലോ. അതെ, ചാൻസ് ഇല്ല എന്ന് അവർ പറയുന്നു. അങ്ങനെ ഒരു ഇൻഡെപ്തിലൊരു അതിനെക്കുറിച്ച് ഞാൻ സത്യം പറയുകയാണെങ്കിൽ സ്റ്റഡി നടത്തിയിട്ടില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിലൊരു നോണ്ടലോ പിച്ചിലോ കിട്ടാത്ത ഒരു സ്ത്രീ ആക്ട്രസ് പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടം കൂടിയിട്ട്, അതായത് മുകേഷ് പറഞ്ഞത്, ഇവിടെ 4 പേർക്ക് നിങ്ങളിതാവാതെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരില്ല അമ്മയിലേ. അതെ അതെ, പിൻവാതിലിൽ കൂടെ പോയി ഞാൻ അറിയാണ്ട് മെമ്പർഷിപ്പ് എടുക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഞാൻ അറിഞ്ഞിട്ട് എല്ലാം നടക്കുള്ളൂ എന്നാണ് ശ്രീ മുകേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സ്ത്രീകള് അതുകൊണ്ട് തന്നെയായിരിക്കാം WCC ഫോം ചെയ്തത്. അമ്മയിൽ നിന്നും അവരുടെ സഹോദരന്മാരിൽ നിന്നും അവർക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് ഉയർന്നു വരാൻ പറ്റുന്നില്ല, അവരുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം സ്ത്രീകളുടെ തന്നെ ഒരു സംഘടന വന്നത്. ഇന്നലെ നമ്മൾ കേട്ടിരുന്നു ഒരു സ്ത്രീയെ തന്നെ ജനറൽ സെക്രട്ടറി ആക്കണം എന്ന്. എന്നാൽ മാത്രം ഇപ്പം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ലേഡി പോലീസ് ഓഫീസേഴ്സും കൂടെ ആവശ്യമുണ്ട്. ഒരു പെൺകുട്ടിക്ക് കയറി ചെന്ന് പറയാനായിട്ട്. ഇപ്പോഴാണ് പിന്നെയും സ്ത്രീകൾ എങ്ങനെ കഴിയും? പുരുഷന്മാരാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മസാലയാണ്, അവർക്കും ഒരു മസാല. എന്നിട്ട് ഇപ്പം ഞാൻ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ പല സ്ത്രീകളും തല കുമ്പിട്ട് നിൽക്കുന്ന കാണാറുണ്ട്. ഈ എന്താ പറയുന്നത്, വാദിയുടെ കൂടുകളിൽ തല കുമ്പിട്ട് നിൽക്കുന്നതാണ്. പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർക്ക് സത്യം, അവർ കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അത്രമാത്രം ആ കുട്ടിയെ, ആ സ്ത്രീയെ നാണം കെടുത്തുന്ന പോലത്തെ തരം ചോദ്യങ്ങളാണ് വരുന്നത്. എന്തിന് കേസിന് പോകണം? ഇന്നലെയും നമ്മൾ കേൾക്കുന്നുണ്ടായി, പലരും പറയുന്നുണ്ടായിരുന്നു ഇതിങ്ങനെ നീണ്ടു പോകും തോറും നമ്മളുടെ സമയം, നമ്മളുടെ പൈസ, നമ്മളുടെ എഫേർട്ട് നമ്മൾ വേറൊരു തലത്തിലേക്ക് പോകും. ഇതിൻ്റെ പുറകെ കാണുന്നവർ ചോദിക്കുക എന്തായി ആ കേസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും റീലിവ് ചെയ്യണം. കഴിഞ്ഞു പോയ ആഗണി, നമ്മൾ മനസ്സിലേറ്റ, ശരീരത്തിനേറ്റ ആഘാതം പിന്നെയും നമ്മൾ ജീവിക്കുകയാണ്. ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഈ കേസിന് പോകുന്നുണ്ട്, അതിൻ്റെ പൈസ ആര് കൊടുക്കും? ഞാനിതിൻ്റെ പുറകെ പോയി. ഇപ്പം എൻ്റെ തന്നെ കേസ് നോക്ക്, എത്ര പ്രാവശ്യം ഞാൻ പോയി. ചെറിയ കേസ്, ചെറിയതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമായൊരു സ്ത്രീക്ക്, ഇത്രയും ആക്സസബിൾ ആയിട്ടൊരു സ്ത്രീ പോലും എത്ര പ്രാവശ്യം അവിടെ കയറി ഇറങ്ങേണ്ടി വന്നു. ഇത്രയും വലിയ കേസുകളിൽ വരുന്ന മാനസികമായ ആഘാതം. ഭാവനയുടെ കാര്യം നോക്കൂ, ഷി വാസ് റിയലി ടോർമെന്റഡ്. ഇപ്പൊ ഭാവനയെ ഇപ്പൊ ഇന്നലെ ഞാൻ 4.5 വർഷം കഴിഞ്ഞു ഉമ തോമസിനെ കണ്ടു. PT തോമസ് ഒരൊറ്റ ആൾ കൊണ്ടാണ് ഈ കേസ് പുറത്തേക്ക് വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഞാൻ ഉമ തോമസിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പം ഉമ പറയുകയായിരുന്നു, PTയുടെ ഒരൊറ്റ നിർബന്ധമായിരുന്നു, ഐ വിൽ ബി വിത്ത് യു. ഞാൻ ആരെന്ത് ചെയ്താലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഭാവനയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്ത് അവരോട് കൂടെ എല്ലാ സ്ഥലത്തും പോയി. ആദ്യത്തെ സ്റ്റേജുകളിൽ PT തോമസ് എന്ന് പറഞ്ഞൊരു ഇരുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ എത്ര സ്ത്രീകൾക്ക് അതുപോലത്തെ ഒരു സപ്പോർട്ട് കിട്ടും? എത്ര പൊളിറ്റീഷ്യൻസ് തന്നെ അങ്ങനെ ഒരു സപ്പോർട്ട്. എന്തിനാ ഇവരെയൊക്കെ മുഷിപ്പിക്കണേ? വലിയ നടന്മാരെയൊക്കെ എന്തിനു മുഷിപ്പിക്കണം? ഇവരിപ്പോൾ സാധാരണ പെണ്ണിന് വേണ്ടിയിട്ടുന്ന എത്രയോ പൊളിറ്റീഷ്യന്മാർ വിചാരിക്കുന്നുണ്ടാവും. ഭാവന വാസ് ഇൻഫാക്ട് ലക്കി. അതോടുകൂടി ഭാവനയുടെ ഒരാളോട് കൂടിയാണ് ഇത് പുറത്തേക്ക് വന്നതും.
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് സ്ത്രീകൾക്ക് ഒരുമിച്ച് നിന്ന് ഒരു യൂണിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. അല്ല, അവര് അന്ന് ധൈര്യം കാണിച്ചു. അതെ. അന്ന് ബൈ ചാൻസ് പി.ടി. തോമസ് ഉണ്ടായി. പക്ഷെ എല്ലാ സമയത്തും അത് ഉണ്ടാകുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഭാവനെ പോലെ വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ മൂടി വെച്ചിരുന്നേനെ. ഇപ്പം പുറത്തു വന്നപ്പോൾ എല്ലാ ഈ പറയുന്ന സംഘടനയിൽപ്പെട്ട സിനിമയിൽ അഭിനയിക്കുന്ന നടികളൊക്കെ തന്നെ ഏകദേശം ആരെങ്കിലും പേരെടുത്ത് മാറ്റി പറയാൻ ആരും ഇല്ല തോന്നുന്നു. എല്ലാം തന്നെ ഇതിൽ പെട്ടുകിടക്കുന്നു എന്നുള്ളതാണ്. അതായത് പാർവതി തിരുവോത്ത് പോലും ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഈ സിനിമാ മേഖല ഇനി നിലനിൽക്കുമോ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കോ സിനിമാറ്റോഗ്രാഫർ ആവാൻ പറ്റിയില്ല. സ്ത്രീകൾ സംവിധായകരാവണം. ഞങ്ങൾക്ക് എന്താ സംവിധാനം ചെയ്യാൻ പറ്റില്ലേ? സ്ത്രീകൾ നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലേ? നല്ലൊരു സൂപ്പർ സ്ക്രിപ്റ്റ് സ്ത്രീകൾക്ക് വിചാരിച്ചാൽ എഴുതാൻ പറ്റില്ലേ? ഞങ്ങൾക്ക് ടെക്നീഷ്യന്മാരും ലിറിസിസ്റ്റുകളും ആവാൻ പറ്റില്ലേ? എന്തുകൊണ്ടൊരു ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഫുള്ളി വുമൺ ഓറിയൻറ്റഡ് ആയിട്ട് വുമൺ കഥാപാത്രങ്ങളെല്ലാം പുറകിലുള്ള സപ്പോർട്ട് സ്റ്റാഫ്, ടെക്നീഷ്യന്മാർ എല്ലാവരും സ്ത്രീകളായിട്ടുള്ളൊരു സൂപ്പർ സിനിമ എന്തുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല? അത് 4-5 ദിവസമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ കാൺ വി ഡു ദാറ്റ്? ലെറ്റ് us prove the world. We actually don't need them. ഒരു സ്ത്രീ ഫീമെയിൽ ഓറിയൻറ്റഡ് സുനിത വില്യംസിനൊക്കെ അവിടെ പോയി എത്ര കൊല്ലമായിട്ട് ഇരിക്കാമെങ്കിൽ, അതായത് ബഹിരാകാശത്ത് പോയി ഇരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാകാൻ പറ്റില്ല? മെയിലിനെ മാത്രമേ സ്ത്രീകൾ കാണുള്ളൂ. മെയിൽ ഓറിയൻറ്റഡ് അമ്മമാർ തന്നെ പെൺകുട്ടികളെയും കൊണ്ടിട്ട് നടന്മാർക്കും സംവിധായകർക്കും പ്രൊഡ്യൂസർമാർക്കും എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് പുറത്തു വന്നുള്ള വിവരങ്ങൾ. എന്നോട് തന്നെ ഒരു സംവിധായകൻ എന്നോട് എൻ്റെ ഒരു അനുഭവം പറയാട്ടോ. ഞാൻ ഒരു നർത്തകി കൂടിയാന്ന് പറഞ്ഞില്ല, ഒരു ഗ്രാമത്തിലെ അമ്പലത്തിൽ, എനിക്ക് കൃത്യമായിട്ട് പെരുമ്പാവൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്, ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഞാൻ ഈ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നടക്കുമായിരുന്നു. ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, നീ എവിടെയോ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിലെ ആങ്കറാണ്, സുപ്രഭാതം ആങ്കർ ചെയ്ത ഞാനാണ്. അപ്പോൾ കാവ്യമാധവൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അവരെയൊക്കെ കുറേ പേര് ശ്രീനിവാസനായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടിരുന്നു. പരിചയമുണ്ട്. അമ്മ ഇല്ല. അതോടെ പ്രൊഡ്യൂസർ ആരെയും കൊണ്ട് ഞാൻ അവർ ഫോൺ നമ്പർ പോലും ഏറ്റത്. എന്താ ചേച്ചി കാര്യം? അല്ല, എൻ്റെ മോള് നല്ല വെളുത്തിട്ടാ, നല്ല തലമുടിയുണ്ട്, അപ്പോൾ അവളെ അഭിനയിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാവ്യമാധവനെയൊക്കെ പോലെ. ചേച്ചി എന്താ കൊച്ചു പഠിച്ച് IAS ഡോക്ടറോ എഞ്ചിനീയറോ എന്താ ചെയ്യും? ആ കുട്ടിക്ക് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അവൾക്ക് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് ചേച്ചിക്ക് പറയാമോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ചേച്ചി വല്ലവൻ്റെയും മടിയിൽ സ്വന്തം മോള് കയറിയിരിക്കാനും, വല്ലവനെയും കെട്ടിപ്പിടിക്കണം, വല്ലവനും ഉമ്മ വയ്ക്കണം, വല്ലവൻ്റെയും കട്ടിലിൽ കിടക്കണം. സിനിമാ രംഗങ്ങൾ ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ദിസ് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചല്ല. സിനിമയിലാണെങ്കിലും നമ്മളിപ്പോൾ കേട്ടല്ലോ 17 പ്രാവശ്യം എന്തോ ഒരു റീടേക്ക് എടുത്തു. ചേച്ചിക്ക് എന്താ ഇത്ര ആഗ്രഹം? ചേച്ചി പ്രസവിച്ച മോള് തന്നെയാണോ, അതോ ഭർത്താവിൻ്റെ അങ്ങനെ ആദ്യ ഭാര്യയിലോ ഒക്കെ ഉണ്ടായ കുഞ്ഞാണോ, അതോ അഡോപ്റ്റ് ചെയ്തതാണോ? സ്വന്തം അമ്മയ്ക്ക് എങ്ങനെ മകളെ പിടിച്ചതിങ്ങനെ ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് ഫെയർ ആൻഡ് ഷീ ഹാസ് ഗോട്ട് ലോങ് ഹെയർ ഈ അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിപ്പിക്കണം? ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന കാരണം എൻ്റെ ഇൻ്റർവ്യൂവിൽ പലരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. പ്രൊഡ്യൂസർ വരുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുമ്പോഴാണ് അദ്ദേഹമാണ് അതിഥി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ വിശ്വസിക്കില്ല. യാതൊരു നിർബന്ധവുമില്ല. ഞാനൊരു നൃത്ത പരിപാടിക്ക് വേണ്ടിയതാണ്, എൻ്റെ നൃത്തം കഴിഞ്ഞാൽ ഞാൻ പോകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ കണ്ണാലെ കണ്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. എവിടെയാണെന്ന് പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഞാൻ സിനിമാറ്റോഗ്രാഫറുടെ മടിയിലൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ കൊണ്ട് ഇരുത്തിയിട്ട്, പെണ്ണിരിക്കുന്നുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നടക്കണേ? അപ്പോൾ സിനിമാറ്റോ എനിക്കറിയില്ല, അതിൻ്റെ അമ്മ അതിനെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് പോയേക്കാണ്. അപ്പം നിനക്കെന്താ ഈ ഭാരം ചുമക്കണം നിർബന്ധമുണ്ടോ? അപ്പോൾ അവൻ അവിടെ ഇവിടെ കിട്ട ഈ കൊച്ചുകുട്ടിയല്ലേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതന്നെ, അവിടെ ഇവിടെ കിക്കിളിപ്പെടുത്തുന്ന അവിടെ എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭാരം നിൻ്റെ മടിയിലിട്ടെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? ആ ഭാരം കുറച്ച് നേരം എൻ്റെ മടിയിലിരിക്കട്ടെ, എനിക്ക് മോളില്ലല്ലോ, കുറച്ചു നേരം ആ ഭാരം എൻ്റെ മടിയിലിരിക്കട്ടെ എന്നുകൊണ്ട് ഞാൻ ചെന്ന് കൈ പിടിച്ച് വലിച്ച് മോളെ വന്ന് ആൻറ്റിയുടെ മടിയിലിരിക്കണം, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അവർ എൻ്റെ മടി കൊണ്ടിരുത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഞാൻ അനുഭവിച്ച കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് മോഹൻലാല് ഇപ്പൊ ആദ്യം 1000ന്റെ ആഘോഷിച്ചു, പിന്നെ 3000ന്റെ ആഘോഷിച്ചു, ഇപ്പം 10000ന്റെ ആഘോഷിക്കാൻ പോണു എന്നുള്ളതാണ് ഈ നമ്മുടെ ജോണി ലൂക്കോസിന്റെ ഇന്റർവ്യൂ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത്. അതൊന്നും എനിക്കറിയില്ല. അതേപോലെ മമ്മൂട്ടി നിത്യയൗവനം കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പെൺകുട്ടികളെ ഇതാവുന്നു എന്നൊക്കെ പറയുന്ന സ്റ്റോറീസ് ആണ് ഇപ്പം വന്നത്. മോഹൻലാലിനും മമ്മൂട്ടിക്കെതിരെയും പരാതിയുമായി പെൺകുട്ടികൾ എത്തിയോടെ വേണ്ടിയിട്ടാണ് ഉടൻ തന്നെ
അമ്മ പിരിച്ചുവിട്ടത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സൊസൈറ്റി സിനിമാ രംഗം ആയിത്തീരുക എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ അല്ല ആവുന്നത്? അതിൽ കുറെ ഈ സൊസൈറ്റിക്ക് പുറത്തും നമ്മൾ ഈ ആ സിനിമയ്ക്കുള്ളിൽ പുറത്തുള്ള കാര്യങ്ങൾ ഏറ്റവും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് പത്മജ എസ് മേനോൻ. നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞ് എൻ്റെ മകൾ ജീവിക്കാതിരുന്നത് എനിക്ക് ആശ്വാസമായി എന്ന് പറഞ്ഞ ആ സത്യം തന്നെയല്ലേ ഈ സിനിമാ മേഖലയിൽ നിന്ന് അല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതിനൊരു വ്യത്യാസം വരണമെങ്കിൽ സ്ത്രീകൾ കുറേ കൂടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരണം. സ്ത്രീകൾ കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം. ഇപ്പോൾ 1-2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് സ്ത്രീകൾ സംവിധായകരായിട്ട് വരണം. ഇന്ന് നമുക്ക് സംവിധാനം, ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനം നമുക്ക് പറ്റില്ല, എല്ലാം പറ്റും. ഒരാൾക്ക് ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാം. ഒരാൾക്ക് എവറസ്റ്റ് കയറാമെങ്കിൽ ആർക്കും കയറാം. വി ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ടേക്ക് ദ എഫേർട്ട്. എൻ്റെ മനസ്സിലുണ്ട്, ഐ വോണ്ട് ടു പ്രൊഡ്യൂസ് ഒരു വിമൻ കളക്റ്റീവായിട്ട് വി വുഡ് ലൈക്ക് ടു പ്രൊഡ്യൂസ് എ ഫിലിം വിത്ത് ഓൺലി ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അതിൽ ഇപ്പം നായികയുടെ റോള് പോലെ ഒരു നായകയുടെ ഒരു സൈഡ് റോള്. ഇന്ന് സുരേഷ് ഗോപി വളരെ പരുഷമായ രൂപത്തിലാണ് ഈ സിനിമാ മേഖലയിലെ കാര്യത്തിൽ മുകേഷിനോടൊപ്പം നിന്നുകൊണ്ട് പത്രക്കാരോട് തട്ടിക്കേറിയത്. സുരേന്ദ്രൻ പോലും അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഞാനത് കണ്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത്. ബാക്കി ഭാഗം ഇങ്ങനെ പുറത്തുവിടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പുറത്ത് വരും, അല്ലെങ്കിൽ വരുത്തിക്കും. സ്ത്രീകളും ഈ എന്താണ് സ്ത്രീകളെ സ്നേഹിക്കുന്ന പുരുഷന്മാരുമുള്ളൊരു നാടാണ് കേരളമെങ്കിൽ അത് തീർച്ചയായും പുറത്തു വന്നിരിക്കും. ഈ ഗവൺമെന്റിൽ നിന്ന് ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കിട്ടും, നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ തന്നെയല്ല ഉദാഹരണം. ഈ DYFIക്കാരുടെ ആക്രമണത്തിന് ഇരയായിട്ട് എനിക്ക് പോലും നീതി വേണോ വേണ്ടെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് തീവ്രത അളക്കാനുള്ള കമ്മിറ്റികളൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ അവർ തീവ്രത കുറവാണെന്നും പറഞ്ഞ് വിടുവായിരിക്കും. ഇതില് CPM-ന്റെ ഒരു MLA, അവരുടെ മന്ത്രി ഗണേശൻ, പിന്നെ അവരുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അങ്ങനെയുള്ള പ്രഗത്ഭരായ CPM-ന്റെ നേതാക്കന്മാരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അല്ല, ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞ് താങ്കൾ കേട്ടില്ലേ? അദ്ദേഹം ഈസ് നോ മോർ ആൻ ആക്ടർ. അദ്ദേഹം ഇപ്പൊ അഭിനേതാവല്ല, അദ്ദേഹം മന്ത്രിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റില്ല എന്ന് കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ കാര്യങ്ങളും കുറെ നമ്മൾ പണ്ട് കേട്ടുള്ള കാര്യമാണ്. മുകേഷ് ശിവൻ ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഞാൻ പോലും മറന്നുപോയ കാര്യങ്ങൾ, അതായത് അദ്ദേഹം പോലും മറന്നുപോയ കാര്യങ്ങൾ കുത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് നാണാവില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന് അൽസൈമേഴ്സ് ഉള്ള ഒരു മന്ത്രിയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷം മുമ്പ് നടന്ന എല്ലാവരും മറന്ന കാര്യം പൊക്കിക്കൊണ്ടുവരാൻ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്. അവിടെ തോണ്ടിയല്ലേ അതിൻ്റെ ഒരു ഇതുള്ളൂ. ഇങ്ങനെ ആൾക്കാർ പ്രതികരിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? പാർട്ടി നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം പാർട്ടിക്കാരനാവുന്നതിന് മുമ്പ് നടന്ന കാര്യമല്ലേ അല്ലേ? അപ്പോൾ പാർട്ടിയിൽ വന്നത് ഇതിനൊക്കെ സേഫ്റ്റി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം പാർട്ടിയിൽ വന്നതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് മന്ത്രിക്ക് ഇതിലെ നടികളെ ഒട്ടുകൂടിയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. ആണോ? യെസ്, അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു. പിന്നെ ഇത് വെച്ചിട്ട് മോഹൻലാൽ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അയോധ്യയിൽ പോകുന്നത് പോലും തടഞ്ഞത്, ഈ BJP-ൻ്റെ കൂടെ പോകുന്നത് പോലും തടഞ്ഞത് ഈ കമ്മീഷൻ റിപ്പോർട്ട് വെച്ച് പേടിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്രമാത്രം ഭീകരമായിരിക്കും എന്നാണ് ചോദിച്ചത്. തീർച്ചയായും. കാരണം ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന സ്ത്രീകൾ പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഫേസ് പോലും അവർ കവർ ചെയ്തിട്ടില്ല. ദേ കമ്മിങ് ഓപ്പൺലി ആൻഡ് സെയിങ് വി ഡോണ്ട് കെയർ. ഇനി ആരും എന്ത് വേണമെങ്കിലും, അത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ പറയുമ്പോൾ അതിഭീകരമായ അവസ്ഥയിൽ കൂടിയായിരിക്കും അവർ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് അമ്മ കമ്മിറ്റി മുഴുവനോടെ രാജിവെച്ചത്. ഇന്നലെ പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നല്ലോ, നമുക്കൊരു ഇതുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് കൊടുത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരു ആക്ട്രസ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു ആക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പൃഥ്വിരാജിനെ പോലെ ചെറുപ്പക്കാർ വന്ന് ശക്തമായി സ്ത്രീകളോടൊപ്പം നിന്ന് പ്രതികരിച്ചത്. അതായത് പത്മജ എസ് മേനോൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സൊസൈറ്റിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഈ പെൺകുട്ടികൾ പലരുടെയും കൈകളിലൂടെ പോകുന്നതായിട്ടാണ്. അതിന് ഏറ്റവും സൗകര്യമുള്ള സിനിമ ആയതുകൊണ്ടല്ലേ ഇവിടെ ഇത്രമാത്രം അഴിഞ്ഞാട്ടം നടക്കുന്നത്?
എനിക്ക് ആ ആക്ടറുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ സമയത്തൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ചാനൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന് മയക്കുമരുന്നിനോടൊക്കെ പിടികൂടി, എന്നിട്ട് പിന്നെ ഇത് വിട്ടുപോയി സ്ത്രീകളോടും മയക്കുമരുന്നിനോടും എന്നൊക്കെ. അങ്ങനെ പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരും ഫോട്ടോയും സഹിതം വന്നിട്ടും ഇപ്പോഴും അദ്ദേഹം നായകനായി നിൽക്കുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കേസ് എടുത്തില്ല? സാധാരണക്കാരനൊരു ചെക്കൻ്റെ കയ്യിലൊരു 5-10 ഗ്രാം കണ്ട എന്ത് വലിയ കേസാണ്. ഇന്നലെയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണേൻ്റെയും മറ്റ് പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഒക്കെ ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്തേക്ക്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടായില്ല? ഇപ്പോഴും അദ്ദേഹം ഒരു സ്റ്റാർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്ത് കാണിച്ചാലും, അത് സ്ത്രീ ആവട്ടെ, ലഹരി പദാർത്ഥങ്ങളാവട്ടെ, എന്തായാലും അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന എന്താണ്? എത്രയോ എഫേർട്ട് എടുത്താണ് ഒരു ഗായിക ഉണ്ടാവുന്നത്, എത്രയോ എഫേർട്ട് എടുത്താണ് ഒരു നർത്തകി ഉണ്ടാവുന്നത്, സ്പോർട്സ് വുമൺ ഉണ്ടാവുന്നത്. അവർക്കൊന്നും കിട്ടാത്ത ഗ്ലാമർ വേൾഡ്, അതാണ് നമ്മൾ പറയേണ്ടത്. ഈ ആക്ട്രസിന് കിട്ടുന്നത് കൊണ്ടാണോ എന്തും സഹിച്ച് മുന്നോട്ട് വരാനായിട്ട് ഇവർ തയ്യാറാവുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഇത്രയും ഒന്നും എഫേർട്ട് ഈ ഗായകന്മാരൊക്കെ എടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് പോലും വേണ്ട, പകുതിയുടെ പോലും വേണ്ട. സുജാത പാട്ട് പാടുന്ന സുജാത എൻ്റെ കസിനാണ്. അപ്പോൾ സുജയ്ക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല, ഐസ്ക്രീമൊക്കെ പാല് പോലെ ആക്കിയിട്ടാ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിനെ വിട്ട് പാല് പോലെ, എന്നാൽ പിന്നെ പാല് കുടിച്ചാൽ പോലെ ഞങ്ങൾ ചോദിക്കും. എന്തുമാത്രം അവരെ ശ്രദ്ധിച്ചും കാര്യങ്ങൾ ചെയ്തും ഒക്കെയാണ് ഒരു ഗായികയാവുന്നത്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ. എത്ര വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ്. എന്നിട്ട് അവരും ഒരു സിനിമ നടി. ഇപ്പം ഇന്നലെ സിനിമയിൽ മുഖം കാണിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ പോലും PT ഉഷ ഇരിക്കുന്നുണ്ടെങ്കിൽ ജനം മുഴുവൻ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് മുഴുവൻ ഈ ആക്ട്രസിന് പുറകെയാണ്. ശരിയാണോ? PT ഉഷയ്ക്ക് കിട്ടുമോ, PV സിന്ധുവിന് കിട്ടുമോ ഓട്ടോഗ്രാഫുകൾ നീണ്ട, അല്ലെങ്കിൽ യൂട്യൂബ് ഈ ആക്ട്രസിനല്ലേ കിട്ടുള്ളൂ. ഹണി റോസ് പോകുന്നിടത്താണ് ആൾക്കൂട്ടാണ്. ഹണി റോസ് ഒന്നും ഇപ്പൊ ഒന്നും അല്ല, മറ്റു കുറച്ച് പേരെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കത് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും പറഞ്ഞേക്ക്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് പൊളിറ്റീഷ്യന്മാർ, അതായത് മേയറുണ്ട്, MLA ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഒരു പുതുമുഖ നടി കയറി വന്നു. ഞങ്ങൾക്ക് ശ്വാസം നിന്നുപോയി എന്ന് പറഞ്ഞാൽ മതി. ആ കൊച്ചുകുട്ടിയാ കണ്ടിട്ട്. ഞങ്ങള് ഇനോഗ്രേഷന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ മേയറും MLA ഒക്കെ ഓടണം മുമ്പിൽ. ഞാനും എൻ്റെ കൊച്ചു കാല് പറക്കി വെച്ച് അവരുടെ ഓടി. യൂട്യൂബ് ചാനലുകാർ എല്ലാവരും ഈ മാഡത്തിന്റെ പുറകെയാണ്, സിനിമാ നടിയുടെ പുറകെയാണ്. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ അവര് വന്ന വേഷം ഹണി റോസ് ഒന്നും അല്ല. നമ്മളിങ്ങനെ നിർത്തി തുണി ഇങ്ങനെ ചുറ്റിച്ച പോലെ. ഞാൻ ചോദിച്ചു അവരെങ്ങനെ കാല് പൊക്കി വെച്ച് സ്റ്റെപ്പ് കയറും, അത്രയും ടൈറ്റായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോ ആ ഇനോഗ്രേഷൻ എങ്ങനെയും നടത്തി മേയർ MLA കൂടെ ഓടണം. ഞാനും സഹോദരന്മാരെ ഞാനുണ്ട് എല്ലാവരും ഭ്രാന്തന്മാരാണ്. അല്ലല്ല, ഓടുന്നു എന്ന് പറഞ്ഞാല് ഫ്രെയിമിലൊരു കിട്ടാത്ത വിധത്തില് ഇവരുടെ പുറകെ ഓടുന്നല്ല. അവരുടെ വേഷവിധാനം കൊണ്ട് യൂട്യൂബ് ചാനലുകാരെല്ലാം ഉണ്ട്. അപ്പം അപ്പൊ ഇവര് മുമ്പേ ഓടുവാണ്. അപ്പൊ ഞാനും പറഞ്ഞ സഹോദരന്മാരെന്ന് പറഞ്ഞ് ഞാനും പുറകെ ഓടി. അപ്പൊ നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വെച്ചാൽ മേയറെയോ MLA-യോ എന്നെയോ, വേറെ റനീഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു കമ്മിറ്റി ചെയർമാൻ ഉണ്ട്, അദ്ദേഹമൊക്കെ ഉണ്ട്. അവർ ഞങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. 29-30 യൂട്യൂബ് ചാനലുകാർ മുഴുവൻ ഇവരുടെ ഇതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ പെൺകുട്ടികൾ നമ്മുടെ കണ്ണിന് മുന്നിലൂടെ പലരുടെയും കൈകളിലൂടെ പോകുന്നതാണ്, പല പുരുഷന്മാരുടെയും കൈകളിലൂടെ. സിനിമാ ഫീൽഡിൽ നിന്ന് അത്തരം കാര്യങ്ങൾക്ക് മാറ്റി നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയും. സമയം മാറുകയാണ്. ഇതോടുകൂടി, ഈ പ്രശ്നത്തോടുകൂടി ആണുങ്ങളൊന്ന് പേടിക്കും, ഏത് സമയത്തും പരാതി വരും. പുരുഷന്മാരൊന്ന് പേടിക്കും. അനാവശ്യമായൊരു നോട്ടമോ 14 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ തുറിച്ചു നോക്കിയാൽ കേസാണ്. അതന്നെ ഞാൻ എന്റെ മോനോടൊക്കെ ആ കേസൊന്നും പറഞ്ഞാ അവന് പുറത്തിറങ്ങാറില്ല, അത് വേറെ കാര്യം. എല്ലാ ഫ്രണ്ട്സിനോടും പറഞ്ഞേട്ടോ, തുറിച്ചു പോലും നോക്കിയത്, വെറുതെ പോലും നോക്കിയത് 14 സെക്കൻഡ്. പക്ഷെ കേസ് കൊടുക്കുക മാത്രമേ ഉള്ളൂ, പിന്നെ കേസിൽ വിധിയൊക്കെ തിരിച്ചിട്ടായിരിക്കും. അല്ല, ആയിരിക്കാം. പക്ഷെ എന്തായാലും ഒരു കുറച്ച് നാളത്തേക്ക് ഇതിന്റെ നാണം കെടുത്താനും, അതെ, നാണം കെടുത്താനല്ല, അങ്ങനെ കാണരുത്. നാണം കെടുത്താൻ വേണ്ടി ആരും സ്വന്തം നാണം പണം വെക്കില്ല. ഞാൻ പറ്റേ താങ്കൾക്കെതിരെ എനിക്കൊരു എന്തെങ്കിലും കാരണങ്ങൾ ഒരു ഗ്രഡ്ജ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് എന്നെ നന്ദകുമാർ ഒന്ന് തോണ്ടിപ്പിച്ചെന്ന് മതി. അപ്പൊ എന്റെ മാനം കൂടെ അല്ലേ പോകുന്നത്. ഒരു സ്ത്രീയും അങ്ങനെ കൊടുക്കില്ല സ്വന്തം. എന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നൊരു പെൺകുട്ടി വീണ ജോർജിന്റെ കൊട്ടേഷൻ പ്രകാരം കയറുകയും അവരോട്
ഞാൻ വർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ അവർ തട്ടിക്കയറി ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ കണ്ടത്, ഞാൻ അവരെ ഇവിടെ മോശമായി പെരുമാറി, എന്തായാലും വേറെ തരത്തിൽ സെക്ഷലി ഉപയോഗിച്ചു അങ്ങനെയൊന്നും പറഞ്ഞില്ല, അവരെ കയറി പിടിച്ചു വന്നിട്ട് ഞാൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. അവർ തന്നെ സംസാരിച്ച റെക്കോർഡുണ്ട്, ഞാൻ CCTV ക്യാമറയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ അവർക്ക് മോശമൊന്നും വരുന്നില്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്? ഒരു കാര്യം കൂടെ ഞാനും പറയാം കേട്ടോ, പറഞ്ഞുകൊണ്ട്. ഒരു പ്രായമായ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ 55 വയസ്സുണ്ട്, അവർക്കൊരു സ്കൂളുണ്ട്. അപ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ അത്ര നന്നായി വർക്ക് ചെയ്യുന്നില്ല, അവരെ മാറ്റി വേറൊരാളെ വെക്കാൻ വെച്ചു. ഇങ്ങനെ സ്കൂളിലൊന്നും പോകാറ്, 85 വയസ്സുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നി ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ കൊടുക്കാതെ, എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. രാത്രി അവർ ആ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവരുടെ എറണാകുളത്തേക്ക് ആക്കി. ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, 85 വയസ്സായി 6-7 കൊല്ലമായിട്ട് വീട്ടിന് പുറത്തിറങ്ങാത്ത ആൾ. അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചൊരു ലൈബ്രറിനെ മാറ്റാം, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്കൂളാണ്. അപ്പോൾ ആ കുട്ടി തീരുമാനിച്ചു ഒരു ഹരാസ്മെൻറ്റ്. അങ്ങനെയും ഉണ്ട് കേട്ടോ, അതും ഉണ്ട്. നമ്മളെ ഒന്ന് ഒരു ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്ന്. പക്ഷേ സാധാരണഗതിയിൽ നല്ല കുടുംബത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഇതായിട്ടുള്ള കുട്ടികൾ ആരും തന്നെ സ്വന്തം മാനം കൂടെ നഷ്ടപ്പെടുന്നത്. ഇപ്പൊ തൊട്ടു പിടിച്ചു എന്നുള്ള വേറെ കേസ്, ബട്ട് വെൻ ഒരു സഹശയനം പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ സ്വന്തം മാനം കൂടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൽ കൂടെ കടന്നു പോവാത്ത ആരും തന്നെ അങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുക്കുന്ന ഒരു സ്ത്രീയായി ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ അനുഭവമാണ് ഈ പറഞ്ഞത്. അല്ല, പക്ഷെ ആ കുട്ടി നിങ്ങൾ വേറെ വിധത്തിൽ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞില്ലല്ലോ? ഇല്ല, പറഞ്ഞില്ല. പക്ഷെ അവരോട് മോശമായുള്ള സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്ക് SC/ST അട്രോസിറ്റി നിയമപ്രകാരം കിട്ടണമെങ്കിൽ അങ്ങനെ പറയുമ്പോഴാണല്ലോ കിട്ടുന്നത് കേസ്. അതൊക്കെ വളരെ മോശം. CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അകത്തായി പോയിരുന്നു. കാരണം എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ സാക്ഷികളും എനിക്ക് ഭാഗത്തുണ്ട്, അവർക്ക് വേറെ സാക്ഷികളും ഇല്ല. എനിക്ക് എൻ്റെ സാക്ഷികളും അവിടെ അവർ സംസാരിച്ച റെക്കോർഡും ഉണ്ട് ആ സമയത്ത്. അതിനിടയിൽ കൂടെ ഒരു പുരുഷന്റെ വന്നിരുന്നല്ലോ, അദ്ദേഹത്തിനെ ആരോ 3 വർഷം ഉപയോഗിച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് എന്ത് പരിരക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭാര്യയും കൂടെ ഇരുന്നിട്ട് ഒരു ചാനലിൽ ഞാൻ കണ്ടിരുന്നു. എനിക്ക് എന്ത് പരിരക്ഷ കിട്ടും, എന്നെ എത്ര പേര് ഉപയോഗിച്ചു. ഇന്നലെ ഒരു ജോൺസൺ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൊഡ്യൂസറുടെ ഭാര്യ 3 ദിവസം 60 വയസ്സുള്ള ഭാര്യ ചെറുപ്പക്കാരനായ ഒരാൾ സംവിധായകനാവണമെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ ഇതാക്കി തരാം, 3 ദിവസം പൂട്ടിയിട്ടിട്ട് റേപ്പ് ചെയ്തെന്നാണ്. അപ്പോഴോ